ഞാൻ കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഓപ്പൺ ക്ലോ റൺ ചെയ്യുന്നുണ്ട് ഒരു മെഷീനിൽ. ഓക്കെ, നമ്മളൊക്കെ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന AI എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെർമിനലിൽ കയറുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ചാറ്റ് വിൻഡോ എടുക്കുന്നു, എന്നിട്ട് ചാറ്റ് വിൻഡോൻ്റെ അകത്ത് നമ്മൾ മെസ്സേജ് അയക്കുന്നു, എന്നിട്ട് നമുക്കതിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് വരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെ മെമ്മറി കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മൾ മുന്നേ പറഞ്ഞ ചാറ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരുന്നു. ഇതായിരുന്നു ഇത്രയും ദിവസം സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ പേഴ്സണലൈസ്ഡ് AI ഏജൻറ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോഴും അതിൻ്റെ ഒരു എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഓപ്പൺ ക്ലോ വന്ന സമയത്ത് എന്തോ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഓപ്പൺ CLAW ഓപ്പൺ ക്ലോ വന്ന സമയത്ത് വെറുതെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് അത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞു ഇത് ഭയങ്കര പവർഫുള്ളാണ്, അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്, ആളുകളെല്ലാം മാക് മിനി വാങ്ങാൻ ഓടുന്നു. ഇതൊക്കെയായിരുന്നു അതിനകത്ത് ട്വിറ്ററിൽ ഭയങ്കരമായിട്ട് ട്രെൻഡായിക്കൊണ്ടിരുന്നത്, എക്സിൽ. അപ്പം എന്താ ഇതിൻ്റെ പ്രശ്നം നോക്കിയപ്പം, അതായത് ഇത് സെൽഫായിട്ട് റൺ ചെയ്യും, അതായത് വേണ്ട കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് റൺ ചെയ്യും. അതാണ് ഇതിൻ്റെ പവർ എന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു ലിനക്സിൻ്റെ മെഷീൻ ഇതിനായിട്ട് വേണ്ടി വാങ്ങി കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്തു, ഇതിനകത്തൊരു ലിനക്സ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു, നെറ്റ് കണക്ട് ചെയ്തു, ഇതിനകത്ത് ഓപ്പൺ ക്ലോ ഇൻസ്റ്റാൾ ചെയ്തു. എനിക്ക് ഇവർ പറഞ്ഞ പ്രകാരം എല്ലാ ഇമെയിലൊക്കെ സ്വന്തമായിട്ട് അയക്കും, വേണ്ട സൈറ്റിലൊക്കെ കയറി ബ്രൗസ് ചെയ്യും. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ടെലിഗ്രാമിൽ മാത്രം ആക്സസ് കൊടുത്തു. ഇനിയിപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ എടുത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ഒന്നും പോകണ്ടെന്നുള്ളതുകൊണ്ട് ടെലിഗ്രാം ബോട്ട് ഉണ്ടാക്കി ഞാൻ ഇതിന് ആക്സസ് കൊടുത്തു. വളരെ പേടിയോട് കൂടിയിട്ട് ഇതിനോട് ഫസ്റ്റ് സംസാരിച്ച് തുടങ്ങി. ആദ്യത്തെ സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഏകദേശം കുറച്ച് റേഞ്ച് കൂടിയായിട്ടാണെന്ന്. സംസാരിച്ചു. ഇത് വളരെ കൃത്യമായിട്ട് ഓരോ കാര്യവും സേവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓപ്പൺ ക്ലോൻ്റെ ഫസ്റ്റ് വേർഷൻ വന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്തത്. അന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കോണ്ടെക്സ്റ്റ് മറന്നു പോകുന്നൊരു പ്രശ്നം വരാൻ തുടങ്ങി. അതായത് നമ്മൾ കുറേ കാര്യം പറയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം മറന്നു പോകാൻ തുടങ്ങി. രണ്ടാമതൊരു അപ്ഡേറ്റ് അവർ 2 ദിവസം കൊണ്ട് ഷിപ്പ് ചെയ്തു. ആ അപ്ഡേറ്റിൽ മെമ്മറി അപ്ഡേറ്റ് എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഈ അപ്ഡേറ്റ് വന്നതോട് കൂടിയിട്ട് ഞാൻ പറയുന്ന എൻ്റെ എല്ലാ പ്രൊജക്റ്റുകളും ഇത് ഓരോരോ ഫോൾഡർ ആക്കാൻ തുടങ്ങി. ഞാനിതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ എടുത്ത് നോക്കിയപ്പോൾ ഓരോ പ്രൊജക്റ്റ്, ഇപ്പോൾ എനിക്ക് ഗെറ്റ് ലീഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്, എനിക്ക് ടിക്കറ്റ് ഫോർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ ടിക്കറ്റ് ഫോർ ഇവൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഇത് ടിക്കറ്റ് ഫോർ ഇവൻറ്റ്സിൻ്റെ ഫോൾഡറിൽ എൻ്റെ മെമ്മറി എടുത്തിട്ട് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ആ കോണ്ടെക്സ്റ്റിലുള്ള സാധനം എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. ഇത് സിസ്റ്റത്തിലെ സ്വന്തം ക്രോൺ ജോബ് സെറ്റ് ചെയ്യും, സ്വന്തമായിട്ട് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യും. അതായത് പുതിയ വേർഷൻ വരുമ്പോൾ ഒറ്റയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും. ടോക്കൺ എക്സ്പയർ ആയ ഇതിന് മനസ്സിലായ ഇത് സ്വന്തമായിട്ട് ടോക്കൺ റിന്യൂ ചെയ്യും. ഇതിനകത്ത് നിങ്ങളിപ്പോൾ പറയുകയാണ് ഒരു വീഡിയോ, എനിക്ക് ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഇതിലൊരു ട്രാൻസ്ക്രിപ്റ്റ് തരുമെന്ന് പറഞ്ഞാൽ സാധാരണ ചാറ്റ് GPT അല്ലെങ്കിൽ ക്ലോഡോ എന്താ നിങ്ങളോട് പറയുക, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ഇന്നത് ഡൗൺലോഡ് ചെയ്യണം, അതിന് ഇത് വേണം, ഈ പ്ലഗിൻ വേണം, ഇത് പറഞ്ഞില്ലേ ചെയ്യുക. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇതിനുള്ള വേണ്ട സാധനം അതിനകത്ത് ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ അത് അപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ ഫങ്ഷണലാക്കി നമ്മൾ എന്ത് ഔട്ടാണോ പറഞ്ഞ ഔട്ട് നമുക്ക് തരും. ഇതിൻ്റെ ഫൗണ്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇയാളൊരു വോയിസ് മെസ്സേജ് ഇതിലേക്ക് കിട്ടും. ഇതിൻ്റെ സിസ്റ്റത്തിന് വോയിസ് മെസ്സേജ് പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്പോൺസ് കിട്ടി പ്രോപ്പറായിട്ട്. അപ്പോൾ അയാൾ ചോദിച്ചത് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു ഫയൽ വന്നു, ആ ഫയൽ ഞാൻ നോക്കിയപ്പം എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ അതിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിയപ്പോൾ എനിക്കതൊരു വോയിസ് ഫയലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വോയിസ് ഫയലാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ വിസ്പർ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യണം. വിസ്പർ ഞാൻ യൂസ് ചെയ്യാൻ നോക്കിയപ്പം എനിക്കതിന് ഓപ്പണൈൻ്റെ കീ വേണം. നിങ്ങളിത് ഓപ്പണൈ വെച്ചിട്ട് പിന്നെ കണക്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഈ കീ അതിനകത്ത് കണ്ടു. ഞാനത് വിസ്പറിലിട്ടു. വിസ്പർ അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ടെക്സ്റ്റാക്കി മാറ്റി. ഞാൻ ആ ടെക്സ്റ്റ് വെച്ചിട്ട് അതിൻ്റെ റിപ്ലൈ ഞങ്ങൾക്ക് അയച്ചത്. സോ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തു. ഇത് നമ്മളെ കോഡെക്സും ഈ പറഞ്ഞ സാധനമൊന്നും ചെയ്യില്ല. നമ്മൾ പറഞ്ഞിടത്ത് പോയിട്ട് അങ്ങനെ നിൽക്കും. ഞാനതിനെ ഇപ്പം നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കോഡെക്സിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൽ പോയി സെർച്ച് ചെയ്ത് നമുക്ക് കാണാം. പക്ഷെ ഇത് ഭയങ്കര ഫാസ്റ്റാണ്. എൻ്റെ എല്ലാ ദിവസത്തെ മരുന്ന് എന്നെ റിമൈൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ സാധനമാണ്. എനിക്ക് കുടിക്കേണ്ട മരുന്ന്, ബാർ ക്യാമ്പിൽ നിങ്ങൾക്ക് കണ്ട മെസ്സേജും നിങ്ങൾക്ക് വന്ന സകല സാധനം ഈ സാധനം ചെയ്ത് മരുന്ന് മാറില്ല. അതെനിക്കൊരു ബോധമുണ്ടല്ലോ. ബാർ ക്യാമ്പിൻ്റെ കംപ്ലീറ്റ് ഓരോ ആഴ്ച വരേണ്ട മെസ്സേജ്, ഓരോ ദിവസത്തെ മെസ്സേജ്, ബാർ ക്യാമ്പിൻ്റെ എൻ്റയർ വെബ്സൈറ്റ്, ബാർ ക്യാമ്പിൻ്റെ എൻ്റയർ മെസ്സേജ് എല്ലാം സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്ത്. വാട്സപ്പ് മെസ്സേജ് ഞാൻ ഇതിനകത്ത് ബാർ ക്യാമ്പിൽ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടില്ല. എനിക്ക് ബാർ ക്യാമ്പിൽ മെസ്സേജ് അയച്ചിരുന്ന സാധനം എൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വേറെ നമ്പറിന് അത് ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന നമ്പറാണ്. അതിൽ ഞാൻ അയക്കുന്ന പോലെ മെസ്സേജ് അയച്ചോളൂ എൻ്റെ ടോണിൽ. അതും ഞാൻ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യുന്ന ഇതാണ്. കാരണം CRM എന്ന് വരുന്ന ഡാറ്റ പിന്നെ ഡയറക്റ്റായിട്ട് ഇതിന് ആക്സസ് ഉണ്ട്. അതൊരു API വെച്ച് റീഡ് ഓൺലി ആക്സസ് ആണ്. API വെച്ചിട്ട് എത്ര ലീഡ്സ് സ്റ്റാറ്റസ് മാറി കൺവേർട്ട് ആയിട്ടുണ്ട് ഇല്ല നോക്കിയിട്ട് കഴിഞ്ഞ ആഴ്ച ഇതായിരുന്നു പെർഫോമൻസ്, ഈ ആഴ്ച ഇതാണ് പെർഫോമൻസ്, ഇത്ര രൂപ നിങ്ങൾ മുടക്കിയിട്ട് എന്തുകൊണ്ട് വന്നില്ല എന്ന് ഓട്ടോമാറ്റിക് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് കസ്റ്റമേഴ്സിന് എന്ത് വിവരക്കേട് പറയുമെന്ന് പേടിച്ചിട്ട് കൊടുക്കായിട്ടാ. അല്ല ഇത് എന്താക്കും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത്
എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര നൈസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മംഗ്ലീഷിലടിച്ച മംഗ്ലീഷിൽ പോയി ഓൾമോസ്റ്റ് ഈ ഒരു ഏജൻറ്റ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര നിയർ പെർഫെക്ഷൻ ഉണ്ട് ഈ സാധനത്തിന്. ഓപ്പൺ ക്ലോ നിങ്ങൾക്ക് ഏത് കോഡിൻ്റെ ഇതും ഏതിൻ്റെ API കീയും കൊടുക്കാം. ഒന്നുകിൽ ഓപ്പൺ AIൻ്റെ API കീ കൊടുക്കാം. തീർച്ചയായും ഞാൻ ഒരു സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. കാരണം എന്ത് സാധനം പറഞ്ഞാലും ഡെവലപ്പ് ചെയ്യും. ഇത് കമ്പനിക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആപ്പ് ഇതുണ്ടാക്കി എല്ലാം ട്വിറ്റർ വെച്ചിട്ട് ഇതിനകത്ത് ചെയ്താൽ മതി. ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കണമെങ്കിൽ agilkrishna.com എന്ന് പറഞ്ഞ എൻ്റെ വെബ്സൈറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ സാധനമാണ്. ഓപ്പൺ ക്ലോ ഒരു ഒറ്റ മെസ്സേജ് അയച്ചാൽ മതി. പ്ലീസ് പിന്നെ പോസ്റ്റ് എ ന്യൂ ബ്ലോഗ്. അപ്പോൾ ഒരു ബ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു തരും. ഇത് നമ്മൾ വെറുതെ അതായത് പ്രോപ്പർലി ഇതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുതുന്ന എഴുത്ത് വരെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്റ്റൈലിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അത് CMS വേണ്ട വെബ്സൈറ്റിന് തീരെ. അതിൻ്റെ സ്കിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ലൈക്ക് പിന്നെ നമുക്ക് ഏജൻറ്റിക് സ്കിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം UI UX കസ്റ്റമേഴ്സിന് എനിക്ക് കസ്റ്റമേഴ്സ് പോയാലുള്ള ത്രില്ല് ആലോചിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത്. അഥവാ കിക്കും ഇപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ എൻഡിലേക്ക് മെസ്സേജ് അയക്കുന്നത് മാത്രം സ്റ്റാഫാണ്. അതുവരെയുള്ള പോയിന്റിൽ പ്രോംപ്റ്റ് കൊടുക്കുന്ന രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. അപ്പം ഭയങ്കര രസമുള്ള സാധനമാണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ട്രൈ ഓപ്പൺ ക്ലോ. അതിന് ഇൻഫ്ലുവൻസ് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റാണ്. ഡൗൺലോഡ് ചെയ്യുക, ഞങ്ങൾ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുക. ചെറിയൊരു പിന്നെ ഒരു 8 GB RAM ഉള്ള ഒരു തിങ്ക് പാഡിൻ്റെ മെഷീനിലെ സാധനം ലോക്കലി റൺ ചെയ്യും. ഞാൻ അതിൻ്റെ മെമ്മറി മുഴുവൻ ഞാൻ ഓട്ടോമാറ്റിക് സിങ്ക് ആവുന്ന രീതിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ S3 ബക്കറ്റിലേക്ക് പോയിക്കൊണ്ടേ നിൽക്കും. അഥവാ ഈ സാധനം ഡൗൺ ആയാലും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മെമ്മറി അവിടെ ഉണ്ടാവും. മെമ്മറി ആണ് അതൊക്കെ ഒരു ഫോൾഡറിൽ ഇങ്ങനെ സ്ട്രക്ചറായിട്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് ഒരു .md ഫയലായിട്ട് അതിനുള്ള സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ആദ്യം ക്ലൗഡ് കോഡ് അത് പറ്റില്ല. അത് നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ പവറാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കുറേ പിന്നെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇമെയിൽ വായിക്കാനുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാനുള്ള ഹെഡ്ലെസ് ബ്രൗസേഴ്സ് ഉണ്ട്. ഞാൻ അതിനോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒരു UI ചെയ്തു തരാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു UI സാമ്പിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ UI സാമ്പിൾ എനിക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണുന്നില്ല. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കൊരു വീഡിയോ ഡെമോ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പ്ലെയറൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ടൂൾ ഉണ്ട്. അത് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോൻ്റെ ഇത് MP4 ആക്കി അയച്ചു തന്നു. ഇത് ഏജൻ്റാണിത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് കണ്ടു. പോഡ്കാസ്റ്റിൽ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇതിനകത്തുള്ള മേജർ 10 പോയിന്റ് അയച്ചു തരണം. അപ്പോൾ ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സിൽ പോഡ്കാസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് സാധനം ചെയ്തിട്ട് തിരിച്ചയച്ചു തന്നു. ഇതിന് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. അത് വർക്ക് ചെയ്ത് ഞാനതിന് ചാത്തൻ എന്നാണ് പേരിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ മനയിൽ പൂട്ടി വെച്ച ചാത്തനാണ് സാധനം. ബാർ ക്യാമ്പ് കേരള 2025 ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവർക്കും അയക്കേണ്ട മെയിൽ എന്താണെന്ന് ചോദിച്ചപ്പം അതെനിക്ക് അയച്ചെന്ന മെയിലാണ് ആ സാധനം. പിന്നെ അതുപോലെ തന്നെ ഡെയിലി രാവിലെ എനിക്ക് മരുന്ന് കുടിക്കേണ്ട മെസ്സേജ് ഇതാണ്. ഡെയിലി രാവിലെ വരുന്ന മരുന്നിൻ്റെ സാധനം. ഇങ്ങനെ എല്ലാ സാധനവും ഡെയിലി ഇങ്ങനെ അയച്ചു തരും നമുക്ക്. ഇതിനോടിപ്പോൾ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വെബ്സൈറ്റിൽ ചെയ്തുതരും. ഫുള്ളി ഇതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ. FTP ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് FTP വഴി ആ പേജ് എടുത്ത് അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് പുഷ് ചെയ്യും. ഗിറ്റ് വഴി കൊടുത്താൽ ഗിറ്റ് വഴിയും ചെയ്യും. അതെ, ലോക്കലി എൻ്റെ മെഷീനിലാണ് സേവ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പിന്നെ ഇവർക്ക് പോകുന്നില്ല, ക്ലൗഡിന് ഇതിൻ്റെ ഡാറ്റ പോകുന്നില്ല. കാരണം ക്ലൗഡിൻ്റെ API ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇതിനകത്ത് വേറെ കേസ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിതിനകത്തോട് പറഞ്ഞു വെച്ചതിന് മെമ്മറിക്ക് ലോങ് ടേം മെമ്മറിയാണ്. അപ്പം ഒരു മാസം മുന്നേ പറഞ്ഞ സാധനം ചോദിച്ചാലും അത് കൃത്യമായിട്ട് അതിന് ഓർമ്മ ഉണ്ടായിട്ട് ആ കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് നമുക്കതിന് റിപ്ലൈ തരും. അല്ല അത് ക്ലൗഡിൻ്റെ പ്രൈവസി പോളിസിയാണ്. അത് അവർ വേണേൽ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ ഞാൻ ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ എല്ലാ ഡാറ്റയും കൊടുത്തിട്ടില്ല. ഒരു പരിധി വരെ ഇപ്പം ഞാൻ ഓട്ടോമേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന എനിക്ക് ബോറടിക്കുന്ന
എനിക്കിഷ്ടമില്ലാത്ത കുറേ സാധനങ്ങളാണ് ഞാൻ ഇതിന് കൊടുത്തത്. ഇപ്പം ബാർ ക്യാമ്പിൽ 205 ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ ഇന്നലെ രാത്രി മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് 205 ആൾക്ക് അല്ലാത്ത രീതിയിൽ ഇപ്പോൾ കോഡ് എഴുതി മെയിൽ അയക്കാൻ കുറച്ച് പണിയല്ലേ. അപ്പോൾ ഞാനിതിൻ്റെ സാധനം വെച്ചിട്ട് ഇതിനെ കൊണ്ട് അയപ്പിച്ചത്. ഏത് സമൂസ ഓർഡർ ചെയ്ത് മനുഷ്യനാ. ആ ഇമെയിൽ ആക്സസ് കൊടുക്കണം. ആ അത് ഇതിനായിട്ട് വേണ്ടിയിട്ട് ആ സമയത്ത് ആക്സസ് കൊടുത്തിട്ട് നമ്മളത് അതിനകത്ത് ഒഴിവാക്കും. ഫുള്ള് കൊടുക്കുന്നത്. ആ അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ അവിടെ ഓണാ, അവിടെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഓണാ, ഫുൾ ടൈം ഓണായി ഇപ്പോൾ കഴിഞ്ഞൊരു 14 ദിവസമായിട്ട് ഫുൾ ഓണാ. അതവിടെ കിടക്കും. അതെനിക്കറിയില്ല, ചോദിച്ചോ. നമുക്ക് അതിനകത്തൊരു ചാറ്റ് ടെർമിനൽ ഉണ്ട്, അതിൽ നോക്കിയാൽ നമുക്ക് അതിനകത്ത് നടക്കുന്ന കമ്പനി. ഞാനിത് എൻ്റെ ഓഫീസിൽ 4 സ്റ്റാഫിനെയും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഫിസിക്കൽ വേൾഡിൽ പോയിട്ട് അതിന് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡോക്യുമെൻറ്റ് കിട്ടണം, അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റ് ഒരു അക്കൗണ്ടൻറ്റിനോട് ഒരു കാര്യം ചോദിക്കണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെക്രട്ടറിക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് അയക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാധനം. അപ്പോൾ ഇതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക, ഇതിൻ്റെ കുറേ യൂസ് കേസസ് ഉണ്ടാക്കുക. ഇതാണ് ഇതുണ്ടാക്കി തന്ന വെബ്സൈറ്റ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതൊരു UI സ്കില്ല് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ യൂസ് ഡീഫോൾട്ട് സിസ്റ്റം കളേഴ്സ്. ഇവരൊരു പർപ്പിൾ കളറിലാണ് ഇവർ എന്ത് സാധനവും ഡിസൈൻ ചെയ്ത് തരാം. അതൊരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് കളറാണെന്നാണ് AI പറയുന്നത്. നിങ്ങൾ ഏത് AIയിലും ആദ്യം പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ പർപ്പിൾ കളറിലും ഡീഫോൾട്ട് 1-2 ഫോണ്ടിലും വരിക. അപ്പം പർപ്പിൾ കളർ യൂസ് ചെയ്യരുത്, ഡീഫോൾട്ട് കളർ യൂസ് ചെയ്യരുത്. ഞാനതിന് ഇൻസ്റ്റാൾ ചെയ്ത് UI സ്കില്ല് യൂസ് ചെയ്യുക. എൻ്റെ ഇതുവരെ ഞാൻ സംസാരിച്ച ഡീറ്റെയിൽ വെച്ചിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഇതാണ് പ്രോംപ്റ്റ്. ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു. അത് പിന്നെ എൻ്റെ ലിങ്ക്ഡിനും ഇതിൽ നോക്കാം, ലിങ്ക് URL എടുക്കും. എടുക്കും. അത് URL എടുക്കും, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് URL ഓട്ടോമാറ്റിക്കലി എടുത്തു. പിന്നെ ഞാൻ യൂട്യൂബിൻ്റെ ലിങ്ക്സ് ഞാനിതിനകത്ത് ഒരു പോഡ്കാസ്റ്റ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഞാൻ പിന്നെ ഇത് എൻ്റെ എബൌട്ടിൽ കമ്പനി പോഡ്കാസ്റ്റ് ഞാൻ യൂട്യൂബിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി എക്സ്ട്രാക്ട് ചെയ്തു. കണ്ടോ, ഇത് ഒരു സാധനവും ഞാൻ ചെയ്തിട്ടില്ല. ഫുള്ള് ഇത് ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു പുതിയ ബ്ലോഗ് പോസ്റ്റ് ചെയ്താനിപ്പോൾ ഒരു മെസ്സേജ് ഇട്ടാൽ അപ്പോൾ ബ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. ഇത് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അഖിൽ കൃഷ്ണ വരുന്നുണ്ട്. SEOൻ്റെ എല്ലാ കാര്യങ്ങളും അത് ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ചെയ്തോളൂ. ഒരു cPanel ചെറിയൊരു ഹോസ്റ്റിംഗ് എടുത്തിട്ട് അതിനകത്തൊരു ലിങ്ക് ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അതെ, ആരും വായിക്കൂല. അല്ല, ബേസിക്കലി ഇപ്പം ഒരു 1.5 മണിക്കൂർ വീഡിയോൻ്റെ അകത്ത് ആ വീഡിയോ അത് ചെയ്തിട്ട് അത് പറയുന്നത് ബാക്കി മുഴുവൻ റിപ്പീറ്റ് പറയുകയാണ്. നിങ്ങൾ ഈ പോയിന്റ് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അത് റെസ്പോൺസ് തരുന്നത്. നമുക്കിതിനകത്ത് ഓരോ പർപ്പസിന് ഓരോ കീ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ജെമിനിൻ്റെ കീ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ക്ലോഡിൻ്റെ കീ യൂസ് ചെയ്യാം. അങ്ങനെ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സാധനം റൺ ചെയ്യാം ഓരോ പർപ്പസിന്. ഇപ്പോൾ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ സോണറ്റിനും കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കാം. വലിയ വലിയ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പസ് 4.6 കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കാം. അങ്ങനെയൊക്കെ മാറ്റാം. അത് ഏജൻറ്റിക് AI ആണ്. ഇത് ഏജൻറ്റിക്കാണ്. അതായത് ഇത് കുറച്ചുകൂടി ഈസിയായി. നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേ. മറ്റു നിങ്ങൾക്കൊരു കൺട്രോൾ ഇല്ലല്ലോ. നമ്മൾ N8 വെച്ചിട്ടാണ് ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിനെ. ഏജൻറ്റിക് AI വരുന്നു, N8 അങ്ങനെ ചെയ്യുന്നു. ഇതിന് ഇപ്പം നിങ്ങളൊരു കമ്പ്യൂട്ടർ നമുക്ക് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഇതിന് ചെയ്യാം. പിന്നെ ആ ബോട്ട് ഡിറ്റക്ഷനും കൂടി മാറിക്കഴിഞ്ഞാൽ എല്ലാ സൈറ്റിലും ഇത് കയറും. ആ ബോട്ട് ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ട് പല സൈറ്റിലും കയറിയിട്ട് അവിടെ സ്റ്റക്കാവും. വായിക്കാൻ പറ്റാണ്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ പല സൈറ്റുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയൂ. അത് നമ്മളോട് പറയും ഇത് രണ്ടിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഗെറ്റ് ലീഡ് ഇല്ലാത്ത സോഫ്റ്റ്വെയർ ലിസ്റ്റ് ചെയ്യുന്ന സൈറ്റുകളൊക്കെ തരാൻ പറഞ്ഞു. അപ്പോൾ അത് സൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഈ 5 സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല, ഞാൻ നിങ്ങളെ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഉണ്ടോ നോക്കാൻ പറഞ്ഞു. അത് ഓട്ടോമാറ്റിക് സെക്രട്ടറിക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ചെക്ക് ഇത് ഇങ്ങനെ പോയി നോക്കിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് ബാക്ക് ടു അഖിൽ. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് തിരിച്ചെങ്കിൽ അയച്ചു തന്നു. സെക്രട്ടറി പറഞ്ഞു ഇതിൻ്റെ അകത്തൊന്നുമില്ല, കൺഫേംഡ്. സീരിയസ്ലി ഇത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫിസിക്കൽ വേൾഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ യു ടോക്ക് ടു മൈ സെക്രട്ടറി എന്ന് പറഞ്ഞ പ്രോംപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കലി അതിന് നോക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറയും.
അവരെ ടെലിഗ്രാം കണക്റ്റഡാ. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓഫീസിലെ റിപ്പോർട്ട്സ് ഞാൻ ഇതിന് അയപ്പിക്കുന്നത് സെക്രട്ടറി ത്രൂ ആണ്. അവൻ്റെ ഓഫീസിൽ ഓരോ ഇപ്പം സബ്സ്ക്രിപ്ഷൻ വന്നത്, പേയ്മെൻറ്റ് പോയത്, പെൻഡിങ് ഡിലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെക്രട്ടറി ഇതിലേക്ക് അയക്കും. അപ്പോൾ അത് എനിക്ക് ഇവിടേക്ക് പ്രോസസ്സ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് വരും, റിപ്പോർട്ട് ചെയ്ത് സേവും ചെയ്യേക്കും. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ടൂൾ ഇവർ തന്നെ ബിൽഡ് ചെയ്തു PHPയിൽ. ഹെഡ് ക്വാർട്ടേഴ്സിൽ എനിക്ക് ഡാഷ്ബോർഡ്, ഞാൻ പറഞ്ഞു നിങ്ങളെ മെമ്മറി പോയാൽ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചു. എന്നോട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം, സോ ഐ ആം ബിൽഡിങ് എ ഡാഷ്ബോർഡ് ഫോർ യു എന്ന് പറഞ്ഞ ഡാഷ്ബോർഡ് ആയി തന്നു. എക്സ് എന്നൊരു വീഡിയോ ഞാൻ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് ഇതിൻ്റെ AI റിലേറ്റഡ് സാധനങ്ങൾ കിട്ടാൻ എക്സും ഡിസ്കോഡും ആണ് നല്ലത്. അപ്പോൾ ഞാനിത് റെഡിറ്റ് ഡിസ്കോഡ് അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം AI ഫ്രീ ടൂൾ വെച്ചിട്ട് AI നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവാമെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അതൊരു 2 കൊല്ലം മുമ്പെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പെയ്ഡ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വരും. ഈ 4.6ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ മണിക്കൂർ കണക്കിന് നിന്നങ്ങ് കോഡ് ചെയ്ത് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതിനേക്കാൾ ഏറ്റവും ടോപ്പുള്ള സാധനം കിമി 2.5 എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. സെക്യൂരിറ്റി ലെവലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്ന സാധനം കിമി 2.5 ആണ്. അതാണ് ഏറ്റവും ടോപ്പ്. അത് നമുക്ക് 1 ട്രില്യൺ പാരാമീറ്ററിൽ അങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്തത്. അത് $200 മാക്സ് പ്ലാൻ മന്ത്ലി. ഇപ്പം ക്ലോഡ് മാക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മളെ ടീം യൂസ് ചെയ്യുന്നത് ക്ലോഡ് മാക്സ് ആണ്. ഇൻറ്റേർണലി നമ്മൾ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് AI വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്ലോഡ് മാക്സ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലോഡിൻ്റെ പ്രോ പ്ലാൻ അല്ലെങ്കിൽ മാക്സ് പ്ലാൻ. കാരണം 3-4 ഡെവലപ്പേഴ്സ് രാവിലെ മുതൽ കോഡ് ചെയ്യുമ്പോൾ ടോക്കൺ തീർന്നു പോകാം. അപ്പം മാക്സ് പ്ലാനിലേക്ക് മാറ്റി. ഇതാണ് AI കഥകൾ. ഇത് അതിഭീകരാവും. ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വീഡിയോ പ്രൊഡക്ഷനും എല്ലാ സാധനവും ഇതിപ്പം ചെയ്തു തുടങ്ങും. നല്ല നൈസ് സാധനങ്ങൾ. ഇതിൻ്റെ തന്നെ ഇന്നലെ പുതിയൊരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലിങ്ങിൻ്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. അതിൽ മോഷൻ ഞാൻ ഇതിൻ്റെ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു, ബാർക്യാമിൻ്റെ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. മോഷൻ ഡിറ്റക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ നടക്കുന്ന വീഡിയോ ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ വേറെ ആളെ പ്ലേസ് ചെയ്യാം. അത്രയും ക്ലിയറിലായിട്ട് ക്യാമറ ആംഗിൾസ് ഒക്കെ വെക്കാൻ പറ്റും. ക്ലിങ്ങിൻ്റെ 2.5 വ്യത്യസ്ത മോഡലുകൾ പെയ്ഡാക്കി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അസാധ്യ റിസൾട്ടാണ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാലും പേഴ്സണൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും. ഉടൻ വരും. ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലെ മാർക്ക് സക്കർബർഗിൻ്റെയും എന്തായാലും പേര് സാം ആൾട്ട്മാനൊക്കെ കൂടി ചെയ്തുകൊണ്ടുള്ള ഇതിന് മുന്നത്തെ ഏതോ ഒരു പടത്തിലെ നടന്മാരെ മൊത്തം മാറ്റിയിട്ട് ഈ IT കമ്പനിയെ ഓണേഴ്സ് ആക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് വീഡിയോ. അതായത് മൂവി കോണ്ടസ്റ്റ് വരുന്നു. പഴയ മൂവീനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ക്യാരക്ടേഴ്സിനെ മാറ്റിയിട്ട് പുതിയ ക്യാരക്ടർ അതിൽ അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. ആളുകൾ നന്നായി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്, നല്ല പണിയെടുക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. കരിയർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നില്ല. ഇനി എന്ത് കരിയറാണ് ഉള്ളത് എനിക്കൊരു മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ. യൂണിവേഴ്സൽ ബേസിക് ഇൻകം തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഉള്ള ബേസിക് ഇൻകം. വെറുതെ ഇരിക്കുക, പൈസ വാങ്ങുക. അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ടാണ് ഒരുവിധ ആൾക്കാർ മുഴുവൻ പണിയെടുക്കുന്നത്. അതിനി ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുകയാണെങ്കിലേ എനിക്ക് ആവില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് വന്നതോടുകൂടി ഇതിൻ്റെ എല്ലാ വിശ്വാസവും ഒരു ഡിപ്രഷൻ മൂഡിലാണല്ലോ ഇപ്പോൾ. ഒക്കെ പോയി. ഒരു ചെറിയൊരു ഡിപ്രഷൻ മൂഡിലാണല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. AWSൻ്റെ MCP സെർവർ, MCP ആരും കിട്ടുന്നു. MCP എന്ന പ്രോട്ടോക്കോൾ ഉണ്ട്. AWSന് MCP URL ഉണ്ട്. MCP പ്രോട്ടോക്കോൾ വെച്ചിട്ട് AWSനെ ഞാൻ ഇതിൻ്റെ ക്ലൗഡിന് കണക്ട് ചെയ്ത സമയത്ത് അതൊരു മണിക്കൂർ അനലൈസ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്ത് തന്നു. ഇത്ര രൂപ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, ഇത്ര രൂപ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഇത്ര രൂപ നിങ്ങൾക്ക് പോകാൻ കാരണം ഈ ക്വറി ഇത്ര നേരം റൺ ചെയ്തതാണ് മുതലായിട്ട് എൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് മൈന്യൂട്ട് ലെവലിലുള്ള ഡീറ്റെയിൽ തന്നു. അതെ, AWSൻ്റെ MCP സെർവർ യൂസ് ചെയ്തിട്ട് MCP കണക്ട് ചെയ്തിട്ട് ക്ലൗഡിനെ കൊണ്ട് അനലൈസ് ചെയ്യിപ്പിച്ചു. അപ്പം ക്ലൗഡ് വാച്ച് അതുപോലെ തന്നെ ലോഗ്സ് എല്ലാം നോക്കിയിട്ട്
ഇപ്പോൾ ഉള്ള കോസ്റ്റിനെ എത്ര കോസ്റ്റിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ് റിപ്പോർട്ട് ഒരു ഡെവലപ്പർക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് ആക്കിയിട്ട് അയച്ചു തന്നു. അതുപോലെ പല സാധനങ്ങളിലും MCP വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. MCP ട്രേഡ് ചെയ്യലുണ്ട്. അല്ല, ഈ ബേസിക്കലി MCP വെച്ച് ട്രേഡ് ചെയ്യാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ അനാലിസിസ് ഭയങ്കര രസമാണ്. ഞാൻ കുറേ ആളുകളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇഷ്യൂ. ഞാൻ ഈവൻ ശ്രീനാഥ് ഭായിൻ്റെ അടുത്തും നമുക്ക് അന്ന് സെർവറിൻ്റെ ഇഷ്യൂ ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്ത മൈന്യൂട്ട് സാധനങ്ങൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭയങ്കര ചെറിയ പോയിന്റുകളൊക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ ഈ കൊറി 8 മണി മുതൽ 9:30 വരെ ആണ് ഇത് റൺ ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞു തരും. അത് എല്ലാ ദിവസവും ഇല്ല, ഇടവിട്ടുള്ള ദിവസങ്ങളിൽ റൺ ചെയ്യുന്നുണ്ട്. അന്നപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആരാ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം പോകാം, അങ്ങനെയൊക്കെ തരും ഇൻഫർമേഷൻ. ഇതൊന്നും നമുക്ക് സാധാരണ ഒരു ഹ്യൂമന് കൊടുത്താൽ ഈ ലെവൽ ഓഫ് ഗ്രാനുലർ ആയിട്ടുള്ള ഡാറ്റ കിട്ടില്ല. അത് അനലൈസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ്സ്, പിന്നെ ഗൂഗിൾ ആഡ്വേർഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ഇതിൻ്റെ അനലറ്റിക്സ് നോക്കിയിട്ട് അനലറ്റിക്സിൻ്റെ പെർഫോമൻസ് പറഞ്ഞുതരും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആഡ് പെർഫോം ചെയ്യാത്തത്, നിങ്ങൾ ആഡ് പെർഫോം ചെയ്യുന്നതിൽ എവിടെയാണ് പ്രശ്നമുള്ളത്, ഏത് ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ സൈറ്റിന് എന്ത് പ്രശ്നം കൊണ്ടാണ് ഇത് വരുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ക്ലോഡ് യൂസ് ചെയ്തിട്ട് ക്ലോഡിൻ്റെ പിന്നെ നിങ്ങൾ ബ്രൗസർ എക്സ്റ്റൻഷൻ വെക്കുക, നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് കൊടുക്കും. ഡയറക്റ്റായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ബ്രൗസർ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അപ്പുറത്തെ പേജിൽ ഇത് തുറന്ന് വെക്കുക. ഇത് ഇപ്പുറത്ത് പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് റീഡ് ചെയ്തിട്ട് ഈ സാധനത്തിൻ്റെ റിപ്പോർട്ട്, കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റിലാക്കിയിട്ട് തരും. അത് നിങ്ങൾ മാർക്കറ്റിംഗ് ടീമിന് കൊടുത്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ.